ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളൊരു ചർച്ചയാണ് ആ കണക്കായിക്കാണ് നമ്മൾ ഇതിലെ പ്രചരണം നടത്തിയിട്ടുള്ളത്. ഗൗരവപരമായുള്ള ചർച്ചകൾ. ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഗാന്ധിയെ ഭയക്കുന്നവർ എന്നാണ്. അത് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പുതിയ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പുതിയ പേര് ഞാൻ കുറേ നേരം കാണാതെ പഠിച്ചിട്ട് പോലും എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. പുതിയ പേര് അതാ നിൽക്കട്ടെ. മഹാത്മാഗാന്ധിയുടെ പേരിൽ ആ പദ്ധതി തുടങ്ങാനുള്ള കാരണം തന്നെ അന്നത്തെ ഭരണനിർവഹണത്തിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗ്രാമവികസനം, ഇങ്ങനെ കുറേയുള്ള പദ്ധതികളാണ്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രാമീണപരമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് തൊഴിൽദാന പദ്ധതിയായിട്ട് ഈ പദ്ധതി ആരംഭിച്ചത്. അതിനാണ് ഈ പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേര് കൊടുത്തത്. ഇപ്പോൾ നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ പേര് ഇതിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയക്കാർ ഇതിനെ ചിലപ്പോൾ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം. നമുക്ക് ഗാന്ധിയെ ഇവർ എന്തുകൊണ്ട് ഭയക്കുന്നു? ചരിത്രം പഠിക്കുന്നവർക്കെല്ലാം അറിയാം. അതിനു വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ടേബിളിന് ചുറ്റും നിന്നുള്ള ചർച്ചയാണ്. ചർച്ചകളും സംവാദത്തിലും കൂടെ മാത്രമേ നമുക്ക് സമൂഹത്തെ പരിവപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതിനാൽ ഈ ചർച്ചയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം. ഇതിൻ്റെ ആമുഖം പറഞ്ഞുകൊണ്ട് ചർച്ചകളിലേക്ക് പോവാം. ഈ ആമുഖം പറയുന്നതിന് വേണ്ടി സാമൂഹ്യ പ്രവർത്തകനായ EP അനിലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. രാജ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇന്ത്യ എന്ന ആധുനിക രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ ആശയങ്ങളെ ഭയപ്പെടുന്നവരെല്ലാവരും ഗാന്ധിജിയും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് ഗാന്ധിജി യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ മാത്രമല്ല പുറത്തും ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഉദാഹരണമായി ഗാന്ധിജിയെ ലോക നേതാക്കന്മാരായി മാറിയ നെൽസൺ മണ്ടേല എടുത്താണ്. ഗാന്ധിജിയുടെ ആശയങ്ങളോട് ഏറ്റവും അടുത്ത് നിന്ന് ജനാധിപത്യപരമായി സമരം നടത്തിയ നെൽസൺ മണ്ടേലയുടെ ഒരു രാഷ്ട്രീയം എടുത്താൽ, അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയറിന്റെ ഒരു രാഷ്ട്രീയം എടുത്താൽ, അവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള സാമൂഹ്യ വീക്ഷണത്തിന്റെ കൂടും പാവം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഗാന്ധിജി നൽകിയ സംഭാവനകളും സാർവദേശീയമായി ഇന്ന് ചില ഭീഷണികൾക്ക് വിധേയമാണ്. ഗാന്ധിജി ഇത് പറയുമ്പോൾ ഗാന്ധിജിയെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധിജി ഒരു ഇന്ത്യയുടെ, മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഭാരതീയതയുടെ, ഞാനത് ഭാരതീയത എന്നുദ്ദേശിക്കുന്നത് തീർത്തും ഹിന്ദുത്വ രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ഭാരതീയത എന്ന അർത്ഥത്തിലാണ്. ഭാരതീയതയുടെ ഒരു ഉൽപ്പന്നമാണ്. അതുകൊണ്ട് ഗാന്ധിജിയിൽ നമ്മൾ കാണുന്ന നന്മയെല്ലാം യഥാർത്ഥത്തിൽ ഈ പറയുന്ന സോ കോൾഡ് വേദങ്ങളുടെ നാട്ടിലെ, ഇല്ലെങ്കിൽ ഹൈന്ദവ മത മൗലിക ആശയ പദ്ധതിയുടെ ഒരു ഉൽപ്പന്നം എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജിയെ പലപ്പോഴും ഗാന്ധിജിയെ കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഗാന്ധിജി ഒരു സാർവദേശീയ ഉൽപ്പന്നമാണ്, ഞാൻ അങ്ങനെയാണ് പറയുന്നത്.
സാർവദേശീയ ജനാധിപത്യ രൂപീകരണത്തിലൂടെ ഉണ്ടായി വന്നൊരു ഉൽപ്പന്നമാണ് എന്ന് വിലയിരുത്തുമ്പോഴാണ് ഗാന്ധിജി ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊക്കെ ഒരു സാർവദേശീയ മാനമുണ്ടെന്ന് തിരിച്ചറിയുന്നു. ഗാന്ധിജി നമുക്കറിയാം, ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെ പേര് ശ്രീകൃഷ്ണനെന്നോ അല്ലെങ്കിൽ രാമനെന്നോ ഭഗവത്ഗീത എന്ന പുസ്തകമോ ഒന്നുമല്ല, ടോൾസ്റ്റോയ്. അറിയാം ടോൾസ്റ്റോയ് എങ്ങനെയാണ് ഗാന്ധിജിയെ സ്വാധീനിച്ചതെന്ന് പരിശോധിക്കുമ്പോഴാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷുകാരല്ലാത്ത വിദ്യാർത്ഥികളോടും മറ്റുള്ളവരോടും കാണിക്കുന്ന അവഗണന അദ്ദേഹത്തെ വേദനിപ്പിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ എത്തുമ്പോൾ അത് അതിനേക്കാൾ രൂക്ഷമായി. ഈ സാഹചര്യത്തിൽ ബ്രിട്ടനെതിരായ വളരെ വൈകാരികമായ ചില സമരങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഗാന്ധിജി ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ടോൾസ്റ്റോയെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എഴുതുന്ന കത്ത്, എ ലെറ്റർ ടു ഹിന്ദു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കത്ത്, അതെൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഗാന്ധിജിക്ക് വന്നൊരു കത്തല്ല, ഗാന്ധിജിയുടെ സുഹൃത്തിന് വന്നൊരു കത്ത് ഗാന്ധിജി വായിക്കുന്നു. അവിടെ നിന്നാണ് ടോൾസ്റ്റോയ്, മഹാനായ ടോൾസ്റ്റോയ്, അദ്ദേഹം മറ്റൊരു യുദ്ധത്തിൽ പങ്കുചേരാൻ നിർബന്ധിതനായ ഒരാളാണ്. റഷ്യയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന ഓട്ടോമൻ രാജ്യങ്ങൾ, ഓട്ടോമൻ സാമ്രാജ്യം, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും റഷ്യയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പങ്കെടുത്ത ടോൾസ്റ്റോയ് സമാധാനത്തിനെ പറ്റിയുള്ള വളരെ ഗൗരവതരമായ ഈ കത്തിലൂടെ ഗാന്ധിജിയെ മാറ്റിമറിക്കുകയാണ്. ഗാന്ധിജി പിന്നീട് പറയുന്നു, ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന ടോൾസ്റ്റോയുടെ വിശ്വപ്രസിദ്ധമായ പ്രയോഗം ഗാന്ധിജിയെ വല്ലാതെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഗാന്ധിജി ഒരുപക്ഷെ അഹിംസാവാദിയായി മാറിയതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് ഒരു സാർവദേശീയ എഴുത്തുകാരിൽ നിന്നുണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഗാന്ധിജി ഒരു കേവലം ഇന്ത്യൻ ഉൽപ്പന്നം മാത്രമല്ല, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്ര പിതാവ് എന്നതിനപ്പുറത്തേക്ക് ഗാന്ധിജിയെ വിലയിരുത്താൻ ലോകം ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് തോറയുടെ ചിന്തകൾ. ഹെൻറി ഡേവിഡ് തോറ, അദ്ദേഹം നമുക്കറിയാവുന്ന ട്രാൻസെൻഡന്റലിസത്തിൻ്റെയൊക്കെ വക്താവാണ്. അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ വലിയ പരീക്ഷണങ്ങൾ പ്രയോഗിക്കാൻ ശ്രമിച്ച സിവിൽ ഒബീഡിയൻസ്, നമുക്കറിയാം ഇന്ത്യയിൽ ഗാന്ധിജി നടപ്പാക്കിയ സിവിൽ ഒബീഡിയൻസ് എന്ന വിഷയത്തെ കുറിച്ച് സിവിൽ ഒബീഡിയൻസിൽ നിന്നാണല്ലോ സിവിൽ ഡിസൊബീഡിയൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ആശയം അദ്ദേഹത്തിന് ലഭിച്ചത് തോറയിൽ നിന്നാണ്. അതിനു മുമ്പ് സോക്രട്ടീസ് മുന്നോട്ട് വെച്ച സോൾജിയേഴ്സ് ഓഫ് ട്രൂത്ത്. ഇങ്ങനെ സാർവദേശീയമായി മാനവികതയിൽ വിശ്വസിക്കുന്ന വിവിധങ്ങളായ ആളുകളുടെ ആശയങ്ങളിലൂടെ രൂപപ്പെട്ട ഗാന്ധിജി ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം ഈ സാർവദേശീയമായി സ്വാംശീകരിച്ച ആശയങ്ങളിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അവിചാരിതമാകാം, തിരിച്ചുമാകാം. ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാണ്. പ്രത്യേകിച്ച് ബാലഗംഗാധര തിലകനെ പോലെയുള്ള, ലാലാ ലജ്പതിനെ പോലുള്ളവരുടെ സമരം സജീവമായി നടക്കുന്നു. പക്ഷേ അന്ന് അദ്ദേഹം അതിൽ കണ്ട ഒരു പരിമിതി, പോരായ്മ. അവിടെയാണ് ഗാന്ധിജി എങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ന് ഗാന്ധിജിയെ ഭയപ്പെടുത്തുന്നവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമാക്കി മാറ്റിയതെന്ന് മനസ്സിലാവും. അന്ന് തിലകരെ പോലുള്ള ആളുകൾ കണ്ട ഒരു സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണിക്കൽ നേതൃത്വം അംഗീകരിക്കുന്ന, എന്നാൽ വൈദേശിക ശക്തികൾക്ക് എതിരായിട്ടുണ്ടാകേണ്ട ഒരു സ്റ്റേറ്റ് എന്ന അർത്ഥത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായ വിഷയങ്ങൾ, ഇപ്പം ഗണേശോത്സവം പോലെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്നാൽ ദൈനംദിന ജീവിത പ്രശ്നങ്ങളോട് അത്രമാത്രം അടുത്ത് നിൽക്കാത്ത തരത്തിലുള്ള ചില സമര രൂപങ്ങളായിരുന്നു അവർ അന്ന് നയിച്ചത്. എന്ന് മാത്രമല്ല, അതിനൊരു വിശ്വാസത്തിൻ്റെതായ, മറ്റൊരു ഭാഷ പറഞ്ഞ ചാതുർവർണ്ണയത്തിൻ്റെതായ ചില തത്വങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി ഒരു തിയോളജിക്കൽ വാർ എന്ന രീതിയിൽ നിന്നും ജനങ്ങളെ ദൈനംദിനമായി ബാധിക്കുന്നവരെ കൂടി മുൻനിർത്തിയുള്ള ഒരു സമര രൂപം എന്നതിലേക്ക് ആ സ്വാതന്ത്ര്യ സമരത്തെ എന്താണ് റീഡിഫൈൻ ചെയ്യുന്നത്.
അവശനാകുന്നു. അതിനു മുമ്പ് തന്നെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തുകയും നമുക്കറിയാവുന്ന ചമ്പാരനിലും ഖേദയിലും അദ്ദേഹം നടത്തിയ 2 സമരങ്ങൾ, ഇന്ത്യയിലെ കർഷകരെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരങ്ങൾ, അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു മാനവികതയുടെ എന്ന് മാത്രമല്ല ഒരു ഗ്രാമീണതയുടെ ഒരു മുഖം, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുഖം അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിയുന്നു. ഇത് ചുരുക്കമാണ്. എന്ന് മാത്രമല്ല, ജീവിതത്തെ എങ്ങനെയാണ് അദ്ദേഹം സമര രൂപമാക്കി മാറ്റിയതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉപ്പ് ഭക്ഷണമാണ്. ഉപ്പ് എന്ന് പറയുന്നത് രുചി മാത്രമല്ല, ആരോഗ്യമാണ്, ഭക്ഷണമാണെന്ന് പറയാം. ഭക്ഷണത്തിന്റെ രുചിബോധം, ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഉപ്പിനെ ആയുധമാക്കിക്കൊണ്ട് വസ്ത്രത്തെ, ഒന്ന് നമ്മൾ പറയുന്ന പരുത്തി വസ്ത്രവും അതുണ്ടാക്കുന്ന ചർക്കയും ആയുധമാക്കിക്കൊണ്ട്, അങ്ങനെ ഭക്ഷണത്തെയും വസ്ത്രത്തെയും വ്യവസായത്തെയും സിംബോളിക്കായി കണ്ടുകൊണ്ടുള്ള അദ്ദേഹം നടത്തിയ ഒരു സമരം. ആ സമര ചരിത്രത്തിലൂടെ രൂപപ്പെട്ട നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് ഏതൊക്കെ സിംബലുകളെയാണ് ചില ആളുകൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് പറയുമ്പോഴാണ് ഗാന്ധിജിയെ ആരാണ് ഭയപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ചുരുക്കുകയാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ സമ്പൂർണ്ണ വിശ്വാസിയായ ഗാന്ധിജി, പ്രത്യേകിച്ച് ചാതുർവർണ്ണ സംവിധാനത്തോട് വൈകാരികമായി ബന്ധമുള്ള ആ വിഷയത്തിൽ തർക്കിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ മറ്റ് മതങ്ങളോട് സഹവർത്തത്തോടെ എങ്ങനെ പെരുമാറണം എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നു. ഒപ്പം സ്റ്റേറ്റ് സ്വാഭാവികമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ സ്റ്റേറ്റ് വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് ഷുഡ് ബി ഫ്രീ ഓഫ് തിയോളജിക്കൽ തോട്ട്. എല്ലാ വിശ്വാസപരമായ ദൈവികമായ ആശയങ്ങളിൽ നിന്നും മതപരമായ രീതികളിൽ നിന്നും സ്റ്റേറ്റ് സ്വതന്ത്രമായിരിക്കണമെന്ന ആധുനിക സങ്കല്പം ഒരു വശത്ത് വിശ്വാസിയായ ഗാന്ധിജി വെച്ച് പുലർത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2, വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഗാന്ധിജിയുടെ വലിയ സങ്കല്പങ്ങൾ. മറ്റൊരു പറഞ്ഞ ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ. നിങ്ങൾ അടിയുറച്ചു നിൽക്കുന്ന തറയിലാണ് നമ്മുടെ വികസനം. നിങ്ങളുടെ സ്വന്തം ഗ്രാമങ്ങളിലൂടെ നമുക്ക് വികസിക്കാൻ കഴിയും. ഡീസെൻട്രലൈസേഷൻ എന്നത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് കോർപ്പറേറ്റ് വൽക്കരണത്തിന് വിധേയമാകുന്ന ഒരു ലോകത്ത് ഏകലോക സാമ്പത്തിക ക്രമത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആഘാതം എന്ന തരത്തിലുള്ള ഡീസെൻട്രലൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സങ്കല്പം. മറ്റൊന്ന്, ബിഗ് ഈസ് ഓൾവേസ് ഡേഞ്ചറസ്, വലുത് അപകടകരമാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പം. അത് കോർപ്പറേറ്റ് പൊളിറ്റിക്സുമായി തട്ടിച്ചു നോക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ. ഇങ്ങനെ നമ്മുടെ രാജ്യം ഇന്ന് ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക വിഷയങ്ങളിലും വളരെ ജനാധിപത്യപരമായ ഒരു നിലപാട് കൈക്കൊണ്ട ഗാന്ധിജി മറ്റുള്ളവരുടെ ആകുലതകളിൽ വല്ലാതെ ഉത്കണ്ഠ പ്രകടിപ്പിച്ച ഗാന്ധിജി ഇന്ത്യ വെട്ടിമുറിക്കപ്പെടുമ്പോൾ അത് തന്റെ ശരീരം വെട്ടിമുറിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ ഗാന്ധിജി അങ്ങനെ വെട്ടിമുറിക്കപ്പെട്ട അങ്ങനെ വിഭജിതമായ ഇന്ത്യയുടെ ഒരു ഭാഗത്തെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞ തുക സമയത്ത് കൊടുക്കാതിരുന്നതിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ ഗാന്ധിജി പലസ്തീൻ ജനങ്ങളുടെ പ്രദേശങ്ങളിൽ മറ്റൊരു രാജ്യത്തിന് ഇടം കൊടുത്ത അത് ആ രാജ്യത്തിന് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ദീർഘവീക്ഷണത്തോടെ പറഞ്ഞ ഗാന്ധിജി തീർച്ചയായും നിലവിൽ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ സ്റ്റേറ്റാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ വല്ലാതെ വേദനിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജിയെ ഭൗതികമായി കൈകാര്യം ചെയ്യാൻ വിജയിച്ച ആളുകൾക്ക് ആശയപരമായി ഗാന്ധിജിയെ അങ്ങനെ ഒതുക്കിയെടുക്കാൻ കഴിയാതെ പോകുന്നത്. ഒരുപക്ഷെ ഗാന്ധിജിയുടെ ഭക്തന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർക്ക് ഗാന്ധിജിയെ തമസ്കരിക്കാൻ കഴിയുമെങ്കിലും ഇന്ത്യൻ ജനതയുടെ നിലനിൽപ്പിന്, ഇന്ത്യയുടെ ബഹുസ്വരമായ ഒരു ദേശത്തിൻ്റെ നിലവിലുള്ള കെട്ടുറപ്പിന് ഏറ്റവും കരുത്ത് നൽകുന്ന ഗാന്ധിജിയുടെ സമീപനം, ഓരോ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടത് അവർക്കുള്ളതാണ് എന്ന് അടിവരയിട്ട ഗാന്ധിജി, ഭാഷാപരമായ ഏതെങ്കിലും അധിനിവേശത്തെ അംഗീകരിക്കാത്ത ഗാന്ധിജി, സ്വത്തുക്കൾ കേന്ദ്രീകരിക്കുന്നത് അപകടകരമായിരിക്കും എന്ന് അടിവരയിട്ട് പറഞ്ഞ ഗാന്ധിജി അതിൻ്റെ ഭാഗമായി
അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സാമ്പത്തിക ശിക്ഷകൻ എന്ന് പറയാവുന്ന JC കുമരപ്പയുടെ വളരെ പ്രസിദ്ധമായ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വികസനം സുസ്ഥിരമായിരിക്കണമെന്നും നിലവിലുള്ള എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, ഈ കാണുന്ന കണക്കിലെ കളികൾ നമ്മളെ എങ്ങും എത്തിക്കില്ല എന്നുള്ള JC കുമരപ്പയുടെ ശാസ്ത്രീയമായ വിലയിരുത്തലിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഗാന്ധിജിയുടെ സമീപനം, അങ്ങനെ മൊത്തത്തിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ അനുഭവിക്കുന്ന എല്ലാ യാതനകളുടെയും മറ്റൊരു പരിഹാര മാർഗം എന്ന തരത്തിൽ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഗാന്ധിജിയെ കൈകാര്യം ചെയ്യാൻ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണകൂടം, ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റുകൾ, ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ, ഇന്ത്യയിലെ വൈദേശിക ശക്തികളുമായിട്ട് സന്ധിക്കാൻ ശ്രമിക്കുന്ന ആൾക്കൂട്ടങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും ശത്രുവായി ഗാന്ധിജിയെ പരിഗണിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ മിത്രമായ ഗാന്ധിജിയെ ഈ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ ഗ്രാമങ്ങൾക്കുണ്ട്, ഇന്ത്യൻ ജനങ്ങൾക്കുണ്ട്. അത് സാർവദേശീയമായ സൗഹാർദ്ദത്തിൻ്റെ, മാനവികതയുടെ ഒരു ഉത്തരവാദിത്വമാണ്. ആ തിരിച്ചറിവിലൂടെയാണ് ഗാന്ധിജിയെ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് വെട്ടിമാറ്റിയ ഗാന്ധിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള മോദി സർക്കാരിൻ്റെ തീരുമാനത്തെ വിഡ്ഢികളുടെ, സ്വർഗത്തിൽ ജീവിക്കുന്നവരുടെ പ്രതിനിധികൾ എന്ന തരത്തിൽ വിലയിരുത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് ഗാന്ധിജിയെ തമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ടകൾക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പറയേണ്ടത് സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് കുതിരി മാറാൻ മലയാളികളും പരമാവധി പലതരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മറക്കരുത്. ആ ഉത്തരവാദിത്വം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗാന്ധിജിയെ മറക്കുക എന്നാൽ ഇന്ത്യയെ മറക്കുക എന്നാണ് അർത്ഥം, ലോകത്തെ മറക്കുക എന്നാണ് അർത്ഥം, യുദ്ധത്തെ വിളിച്ചു വരുത്തുക എന്നാണ് അർത്ഥം, നിങ്ങളുടെ അയൽപക്കക്കാരനോട് ശത്രുത പുലർത്തുക എന്നാണ് അർത്ഥം, നിങ്ങളോട് തന്നെ അവിശ്വാസം രേഖപ്പെടുത്തലാണ്. അതിനുള്ള അവസരം ഈ ആധുനിക കാലത്ത് ഉണ്ടാകാതിരിക്കട്ടെ. ഇത്രയുമാണ് എനിക്ക് തുടക്കത്തിൽ പങ്കുവെക്കാനുള്ളത്. ഗാന്ധിയെ ഭയക്കുന്നതായി 3 ഗാന്ധിമാരെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. 1915 വരെ ജീവിച്ചൊരു ഗാന്ധി, ആഫ്രിക്കയിൽ ഗാന്ധി ജീവിച്ച, ഒരുപാട് സമര പരീക്ഷണങ്ങൾ നടത്തി, അഗ്നിസ്ഫുടം ചെയ്ത സ്വർണം പോലെ സമരം എങ്ങനെ നടത്തണമെന്നും ആർക്ക് വേണ്ടി നടത്തണമെന്നും ഏത് രീതിയിൽ നടത്തണമെന്നും ഒരു നയം രൂപീകരിച്ചുകൊണ്ട് 1915 കപ്പലിറങ്ങുന്ന ഗാന്ധി. ആ ഗാന്ധി ആരും കഴിക്കുന്നില്ല. 1915 ഗോപാലകൃഷ്ണ ഗോഖലെ ബോംബെയിൽ വെച്ച് സ്വീകരണം കൊടുത്ത് ആനയിച്ചു കൊണ്ടുവന്ന ഗാന്ധി. ആ ഗാന്ധി ലോകത്തെ എല്ലാ മഹാന്മാരും ചെയ്തതുപോലുള്ള വൈരുദ്ധ്യങ്ങൾ സൂക്ഷിച്ച ഗാന്ധിയാണ്. ഗാന്ധി ജനാധിപത്യത്തിന് വേണ്ടി വാദിച്ചയാളാണ്. പക്ഷേ ഗാന്ധി പറയുന്നയാള് AICC പ്രസിഡന്റ് ആയില്ലെങ്കിൽ വലിച്ച് താഴെയിടാൻ ഗാന്ധി പഠിച്ചിട്ടില്ല. ബോസിന്റെ സ്ഥിതി നമുക്കറിയാം. ഗാന്ധി പ്രകൃതി ചികിത്സയെ അങ്ങേറ്റം സ്നേഹിക്കുകയും ആധുനിക ചികിത്സാ സമ്പ്രദായത്തെ തള്ളിപ്പറയുകയും ചെയ്ത ഗാന്ധി 1930 ഹിരണ്യാവകാശന് വിധേയനായി. ചരിത്രം. ഗാന്ധി സഹജീവികളെയും ശത്രുക്കളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ഗാന്ധി കുടുംബത്തെ സ്നേഹിച്ചില്ല എന്നൊന്നും നമ്മൾ കാണാം. ഹരിലാൽ ഗാന്ധി അദ്ദേഹത്തിനെതിരെ പരസ്യമായി പ്രസ്താവനകൾ ഇറക്കിയത് നമുക്ക്. സരോജിനി നായിഡു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യയാണ് പറഞ്ഞത്, ഗാന്ധിയുടെ ലളിത ജീവിതത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വന്ന തുക മൗണ്ട് ബാറ്റന്റെ ആർഭാട ജീവിതത്തിന് വേണ്ടി ചെലവാക്കേണ്ടതിന്റെ ഇരട്ടിയാണ്. കാര്യം യുകെയിൽ വരെ ആളിനെ കൊണ്ട് പോകുന്നു. അപ്പൊ ഇത്തരം ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ള ഗാന്ധിയാണ്. പക്ഷേ അതേ ഗാന്ധി ചാതുർവർണ്ണ്യത്തെ അംഗീകരിക്കുകയും ജാതിയെ തള്ളിപ്പറയുകയും ചെയ്തു. അതേ ഗാന്ധി അടിമുടി പെരുവിരലിന്റെ നഖം വരെ ഹിന്ദുവായ ഗാന്ധിയാണ്
യുക്തിവാദിയായ, മതത്തിലും ജാതിയിലും വിശ്വസിക്കാത്ത നെഹ്റുവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി റെക്കമെൻഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ മറന്നുകൊണ്ടാണ്. അതുപോലെ ഒരു ചെകിട് അടിച്ചാൽ മറ്റു ചെകിട് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ അതേ ഗാന്ധി ഈ മാധവനോടൊരു കാര്യം പറഞ്ഞു. നമ്മുടെ മലയാളിയാണ് ഈ മാധവൻ പറഞ്ഞ ഇതാണ്, പിന്നെ കൊച്ചിയില് കപ്പലിറങ്ങുന്ന കപ്പൽ തൊഴിലാളികൾ അവിടുത്തെ ജീവനക്കാരുമൊക്കെ അവിടെയുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, ലൈംഗികമായി ഉപദ്രവിക്കുന്നു. അപ്പൊ ഒരു ഗാന്ധി അതിന് പരിഹാരം ഗാന്ധിയോട് ചോദിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞു അവർക്ക് പല്ലും നഖവും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയും ഗാന്ധി പ്രതികരിച്ചു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡൽഹിയിൽ ആളെ ശേഖരിക്കുന്നതിന് ഗാന്ധി സഹായിച്ചു. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10,000-ലേറെ ജാതികളും 7-8 മതങ്ങളുമുള്ള ഒരു രാജ്യത്ത് അവസരോചിതമായ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായോ സ്വാതന്ത്ര്യ സമര നേതാവായോ സ്വാതന്ത്ര്യ സമരത്തിനെ നയിക്കാൻ തക്ക ശേഷിയോ ക്ഷേമത്തെയോ ആർജിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഉത്തമ ബോധമുണ്ടായിരുന്നവരാണ്. അതൊരു ആ ഗാന്ധിയെയും ആരും ഭയക്കുന്നില്ല. ഭയക്കുന്ന ഗാന്ധിയാണ് 1947 ആഗസ്റ്റ് 14 പാതിരാത്രി മുതൽ 1948 ജനുവരി 30 വരെയുള്ള 169 ദിവസം ജീവിച്ച ഗാന്ധിയെ ഇവർ അടിമുടി ഭയക്കുന്നു. അവിടെയാണ് ഗാന്ധിയുടെ പ്രത്യേകത. ഇവിടെ ഡൽഹിയിൽ അധികാരം പങ്കുവയ്ക്കുന്ന ശ്രമത്തിലായിരിക്കുമ്പോൾ ഗാന്ധി കൽക്കട്ടയിലാണ്. അത് കഴിഞ്ഞ് നവഖാലിയിലാണ് കാണും. അവിടെ അദ്ദേഹം പറഞ്ഞത് ഒരൊറ്റ മുസ്ലിം സഹോദരനെയും രക്തം ചിന്തരുത്. അങ്ങനെ ചിന്തിയാൽ ഞാൻ ഇവിടെ കിടന്നു മരിക്കുമെന്ന്. ആ സത്യാഗ്രഹത്തോടു കൂടിയാണ് ആ സമരങ്ങളൊക്കെ തീർപ്പാക്കുന്നത്. എന്നിട്ട് അതാ ഡൽഹിയിലേക്ക് വരുന്നു. ഡൽഹിയിലേക്ക് വന്നിട്ട് ഒരു പരാതി വരുന്നു, പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ മുഴുവൻ കൂട്ട കൊല നടക്കുന്നു. ഗാന്ധി അങ്ങോട്ട് പോകാൻ തയ്യാറായപ്പോ ഡൽഹിയിലെ മുസ്ലിങ്ങൾ ഇദ്ദേഹത്തിന്റെ കാല് പിടിച്ചു പറഞ്ഞു, അങ്ങ് പോകരുത്, അങ്ങ് പോയാൽ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഈ മുസ്ലിങ്ങളെ ഞങ്ങൾ അവിടെ നിന്ന് കുടിയേറി വരുന്നവർ ഞങ്ങൾ തീ വെച്ച് കൊല്ലും, അങ്ങ് പോകരുത്. ഗാന്ധി അങ്ങനെയാണ് പാകിസ്ഥാനിലേക്കുള്ള പോക്കുപേക്ഷ. ഇവിടെ മുതൽ അപകടം തുടങ്ങുക. ഇവിടെയാണ് ഗാന്ധി എന്ന് പറയുന്നത് മുസ്ലിം പക്ഷപാതിയാണ് എന്നുള്ളത് ധാരണ. അക്കാലത്ത് ഈ പാകിസ്ഥാനിൽ നിന്നും കുടിയേറി വന്ന ഹിന്ദുക്കൾ ഒരു പ്രകടനം നടത്തി. ഗാന്ധി ജനുവരി 13 അദ്ദേഹം സത്യാഗ്രഹം നടത്തുമ്പോൾ അവർ നടത്തിയ പ്രകടനത്തിന് മുഖ്യവാക്യം ഇതാണ്, ഗാന്ധി മരിക്കട്ടെ. 13 മുതൽ 19 വരെ ഗാന്ധി മരിക്കട്ടെ എന്ന മുദ്രാവാക്യം. അങ്ങനെ 121 ദിവസം വളരെ അടിയന്തരമായി ക്യാബിനറ്റ് കൂടുകയും ഗാന്ധി വെച്ച 2 ഡിമാൻഡുകളിൽ ഒരെണ്ണം അംഗീകരിപ്പിച്ചു. അതാണ് 55 കോടി രൂപ പാകിസ്ഥാനിൽ കൊടുക്കാനുള്ള വ്യവസ്ഥ. അതോടുകൂടി ഗാന്ധി പിൻവലിക്കും. മൗലാന അബ്ദുൽ കലാം ആസാദ് ഓറഞ്ച് നീര് കൊടുത്ത അദ്ദേഹം. അത് കഴിഞ്ഞ് 20-ാം തീയതി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. 20-ാം തീയതി ബിർള ഹൗസിന്റെ ഒരു വലിയ സദസ്സിനെ അദ്ദേഹം അഭിമുഖീകരിച്ചു ചെയ്തു. വലിയൊരു സ്ഫോടനം നടക്കുന്നു. ഗാന്ധിക്കെതിരെ നടന്ന ആദ്യത്തെ വധശ്രമം. 20 വയസ്സായ ഒരു ഹിന്ദു യുവാവിനെ അറസ്റ്റ് ചെയ്തു. അയാളുടെ പേര് പുറത്തു വിട്ടിട്ടില്ല. അയാളുടെ പിന്നിലുള്ള ആരാണ് എന്നിവരെയും പുറത്തു വന്നിട്ടില്ല. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അത് ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ, ആരാണ് അതിന്റെ പിന്നിലുള്ളത്, ഇന്ന് വരെയും അതിന്റെ റിപ്പോർട്ടോ വിശദവിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഗാന്ധിയെ ഭയപ്പെടുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ പറഞ്ഞതുപോലെ 30-ാം തീയതി ഗാന്ധിക്കെതിരെ പ്രദർശനം. അപ്പൊ ഇവിടെ എവിടെയാണ് ഗാന്ധി, ഏത് ഗാന്ധിയാണ് ഇവർ ഭയക്കുന്നത്? ഇവർ ഭയക്കുന്ന ഗാന്ധി എന്ന് പറയുന്നത്, ഗാന്ധി മതേതരനായിരുന്നില്ല, ഗാന്ധി മതവാദിയായിരുന്നു. പക്ഷെ മതസൗഹാർദ്ദവാദി കൂടിയായിരുന്നു. ആ മതസൗഹാർദ്ദത്തിനെയാണ്, ആ മതസൗഹാർദ്ദവാദത്തെയാണ് ഇവർ അടിസ്ഥാനപരമായി ഇത്. കാരണം ഒരു ശത്രുവിനെ സൃഷ്ടിച്ചെടുക്കുകയും ആ ശത്രുവിലൂടെ അധികാരത്തിലെത്തുകയും അധികാരം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത്. ആ ശത്രുപക്ഷം ശക്തമാകണമെങ്കിൽ, ആ ശത്രുപക്ഷത്തിനെ വലുതാക്കി കാണിക്കണമെങ്കിൽ, അതിനെ വലിയ ഒരു പ്രസ്ഥാനമായി കാണിക്കണമെങ്കിൽ ഗാന്ധിയെ പോലെ ഒരാളെ മറുഭാഗത്ത് നിർത്തണം. ഈ ഗാന്ധിയെ പോലെ ഒരാളെ മറുഭാഗത്ത് നിർത്തുകയും അദ്ദേഹം ശത്രുവിന്റെ വ്യക്താവാണെന്ന് വരുത്തി തീർക്കുകയും മുസ്ലിം പക്ഷപാതിയാണെന്ന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്താൽ കാര്യങ്ങളെ കുറിച്ച് വളരെ എളുപ്പം.
ഇതിൻ്റെ ഒരു തുടക്കമാണ്. അടിസ്ഥാന വർഗത്തിന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ട് കഴിയും. ആ ഗുണം ചെയ്യുന്ന അതിൻ്റെ പേരിലുള്ള പേരിനെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യന് വായിക്കൊള്ളാത്ത, ചിന്തയിൽ നിൽക്കാത്ത ഒരു പുതിയ പേര് കൊണ്ടുവന്നിട്ട് ഇതിനെ മുഴുവൻ മായ്ച്ചു കളയുക. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊരു ചോദ്യം വരാം. ആ പേരിൽ എല്ലാം ഉണ്ട്. ആ പേരിലേക്ക് നിങ്ങളും ഞാനുമില്ല. നിങ്ങളും ഞാനും തിരിച്ചറിയുന്ന ഒരു പേര് കൂടിയാണ്. ആ പേര് തന്നെയാണ് അവർ ആദ്യമായി. ഒരാളിന് ഒരു പേര് ഉറയ്ക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ എൻ്റെ പേര് ഉറക്കില്ല, അത് നിങ്ങൾ വിചാരിക്കും. ഇപ്പോൾ സ്ഥലനാമങ്ങൾക്കും വ്യക്തിനാമങ്ങൾക്കും വീട്ടുനാമങ്ങൾക്കും ഉറയ്ക്കണമെങ്കിൽ അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വം ഇവിടെയാണ് ഉറങ്ങിക്കിടക്കുന്നത്. കാര്യം ഒരു പേര് ഉറയ്ക്കണമെങ്കിൽ സമൂഹം അറിയിക്കും. ആ സമൂഹം ഏറ്റെടുക്കാൻ കഴിയാത്തൊരു പേര് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും പഴയതും മറക്കും, പുതിയതും മറക്കും, ഗാന്ധിയും മറക്കും, ഗാന്ധിയുടെ മതസൗഹാർദ്ദവും മറക്കും, മതേതരത്വ സംവിധാനവും മറക്കും. ഇതിനു വേണ്ടി കാര്യകൂട്ടി തയ്യാറാക്കിയ ഒരു ഗൂഢ പദ്ധതിയായിട്ട് തന്നെ ഇതിനെ കാണുന്നത് ഒരു തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളതിന് അതിനപ്പുറം ഇതൊരു മതേതരത്വത്തിനെ കശാപ്പ് ചെയ്തുകൊണ്ട്, മതം അടിച്ചേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു ഇറാനോ അതല്ലെങ്കിൽ ഒരു മത അധിഷ്ഠിത രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ, വളരെ കോൺക്രീറ്റ് ആയ ഒരു തീരുമാനം തന്നെയാണ്. അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. അവർ ഭയക്കുന്ന ഗാന്ധി 1915 വരെ 40 വയസ്സ് ജീവിച്ചിരുന്ന ഗാന്ധിയല്ല, അതിനുശേഷമുള്ള ഗാന്ധിയല്ല. വെറും 169 ദിവസം മാത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം മാത്രം ജീവിച്ച, 169 ദിവസം ജീവിച്ച മഹാത്മാഗാന്ധി എന്ന ഗാന്ധിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ യഥാർത്ഥത്തിൽ സംസാരിക്കാൻ വേണ്ടി വന്നതല്ല, കേൾക്കാൻ വന്നതാണ്. എന്തായാലും നമ്മുടെ ഭരണകൂടം ഗാന്ധിയെ ഭയക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അവരാദ്യം അതിൽ ഒരു കൺഫ്യൂഷനായി. ഈ ഭരണകൂടം ആദ്യം ഗാന്ധിയെ ഒന്ന് സ്വാംശീകരിക്കാൻ അല്ലെങ്കിൽ വശത്താക്കാൻ, ഗാന്ധിയുടെ വക്താവായി മാറുവാൻ ഒരു ശ്രമമാണ് ആദ്യത്തെ കുറച്ച് കാരണം. ഗാന്ധി സ്വീകാര്യനാണ്, ഗാന്ധി ഹിന്ദുവാണ്, ഗാന്ധിയെ അംഗീകരിക്കാം എന്നൊരു സ്റ്റാൻഡാണ് BJP ഭരണകൂടം ആദ്യം എടുത്തത്. കാരണം വിഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ഡോസായിട്ട് മാത്രമേ നമ്മൾ സമൂഹത്തിൽ നൽകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഗാന്ധിയെ ആദ്യം അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് ആ ഭരണകൂടം എത്തുകയും പതുക്കെ പതുക്കെ ചെറിയ ഡോസുകളായി ഗാന്ധി വിരുദ്ധത നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു നൽകിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ പേര് മാറ്റിക്കൊണ്ടുള്ള അവരുടെ പുതിയ പ്രഖ്യാപനം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഗാന്ധിയെ ഒരു പേരിൽ നിന്ന് മാറ്റി എന്നുള്ളത് കൊണ്ട് വലുതായൊന്നും ഇന്ത്യൻ ജനതയ്ക്ക് സംഭവിക്കില്ല. പക്ഷേ ഈ ഉദ്ദേശിക്കുന്ന ഒരു ഭരണക്രമത്തിലേക്ക് ഈ ഹൈന്ദവ സംഘടനകൾക്ക് എത്തണമെങ്കിൽ അവിടെ ഗാന്ധി ഒരു തടസ്സമാണ്. അവരാദ്യം തടസ്സമായി കണ്ടത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഏറെക്കുറെ അവർ അത്തരം കാര്യങ്ങൾ ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങൾ, ഇപ്പോഴത്തെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഏറെക്കുറെ നെഹ്റുവിനെ അവർ ഒഴിവാക്കി കഴിഞ്ഞു. അപ്പൊ അടുത്ത അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗാന്ധിയാണ്. അതിലാണ് അവർ ആദ്യം ഗാന്ധിയെ ഒന്ന് സ്വാംശീകരിക്കാൻ ശ്രമിക്കുകയും അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഗാന്ധിയെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് അവർ എത്തുന്നത്. നമുക്കറിയാം, ഇവിടെ നേരത്തെ നമ്മുടെ മുൻ സംസാരം ഒക്കെ പറഞ്ഞത് ഗാന്ധിജി എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഹൈന്ദവ വിശ്വാസി തന്നെ. അപ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസിയെ അല്ലെങ്കിൽ ഹൈന്ദവ ആദർശങ്ങൾ പിന്തുടർന്നിരുന്ന ഒരാളിനെ ഒരു ഹൈന്ദവ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന പ്രസ്ഥാനവും സർക്കാരും എന്തിനു തിരസ്കരിക്കണം? അവിടെയാണ് ഒരു പ്രശ്നം.
അവിടെയാണ് രാമേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ അവർ ഭയപ്പെടുന്നത് ഒരു മതേതരവാദിയായ ഗാന്ധിയെയാണ്. ഗാന്ധി ഒരു ഇസ്ലാമിനെയും കൊല്ലാൻ പറഞ്ഞില്ല. ഗാന്ധിയുടെ സ്നേഹിതന്മാരെ നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ ഗോറെ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരാണ്. ഇന്ത്യയിലെ നാസ്തിക പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരിൽ ഒരാളാണ് ഗോറെ. അദ്ദേഹം ഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു. അതുപോലെ നെഹ്റു ഗാന്ധിയുടെ ഇത്തരം ആദർശങ്ങൾ ഉൾപ്പെടാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഗാന്ധി നെഹ്റുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം തന്നെ ഉണ്ടായി. പക്ഷെ ഗാന്ധിയെ മനസ്സിലാക്കാൻ നെഹ്റുവിനെ മനസ്സിലാക്കാനും ഗാന്ധിക്ക് കഴിഞ്ഞു. അതാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ഒരു നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി. നമുക്കറിയാം, മൗലാന അബ്ദുൽ കലാം ആസാദായാലും ഗാഫർ ഖാൻ ആയാലും ഒക്കെ അവരുടെ ഒരു ടീം എന്ന് പറയുന്നത് അന്നത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ടീം എന്ന് പറയുന്നത് ഒരു ജാതിയും മതത്തിനും ഒന്നും കീഴ്പ്പെടുന്ന ഒരു സംഘമായിരുന്നില്ല. അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാർ മാളവീയായാലും അല്ലെങ്കിൽ തിലകായാലും ഒക്കെ വളരെയധികം തീവ്രമായ ഹൈന്ദവ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളായി. പക്ഷെ എങ്കിൽ പോലും ഒരു ഹൈന്ദവ രാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ള ചിന്തയിലേക്കൊന്നും അവരുടെ ആശയങ്ങൾ പോയില്ല. അവിടെയാണ് പർപ്പസ്ഫുള്ളായി RSSന്റെ കടന്നുവരവും അവരുടെ ഇത്തരം കാര്യങ്ങളിലേക്കുള്ള എത്തിനോട്ടം നമ്മുടെ സമൂഹത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന അവസ്ഥകളാണ്. അങ്ങനെയാണ് ഗാന്ധി തകർക്കാൻ കഴിയില്ല എന്നും ഗാന്ധിസം ഇന്ത്യയിൽ വേരൂന്നിയതാണെന്നും ഇന്ത്യൻ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ നേതാവാണ് ഗാന്ധി എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി എന്നുള്ളതുകൊണ്ടാണ് ഗാന്ധിയെ അവർ കണ്ടത്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമീണ മേഖല ഒരു കാലത്തും നമ്മുടെ ഗ്രാമീണ മേഖല ഈ ബ്രിട്ടീഷ് ഭരണത്തോട് നിൽക്കുമ്പോൾ തന്നെ അവരുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വിപണനം നടത്താൻ വേണ്ടിയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കമ്പോളം മാത്രമായിരുന്നു ഇന്ത്യ. അത് തകർക്കുക എന്നുള്ളതാണ് ഗാന്ധിയുടെ സ്വരാജ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ സമ്പദ് വ്യവസ്ഥ അവിടെ മെച്ചപ്പെടണമെങ്കിൽ ഗ്രാമീണ മേഖലയിൽ നിന്ന് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടാവണം. അവരുടെ സാധനങ്ങൾ അവിടെ ഉണ്ടാവണം. അങ്ങനെ സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ, ഇതൊക്കെയാണ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ. അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ബഹുരാഷ്ട്ര അല്ല ലോക സംവിധാനവുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകും. അവിടെയാണ് ഗാന്ധി ഇവർക്കൊക്കെ ശത്രുപാളത്തിലേക്ക് എത്തുന്നു എന്നെനിക്ക് ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അഭൂതപൂർവമായ ഒരു പ്രതിഭാസമായിരുന്നു എന്നുള്ള കാര്യം പറയാം. മറ്റ് പലരെയും പോലെ അക്കാലത്ത് പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിക്കാൻ ഇടയായ വ്യക്തികളിൽ ഒരാളായിരുന്നു ഗാന്ധി. പക്ഷെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഗാന്ധി കണ്ട ഒരു ബെസ്റ്റ് മറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ള മറ്റെല്ലാവരും കണ്ടിരുന്ന ബെസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അവിടെ ഗാന്ധിയെ സ്പർശിച്ചിരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളും ജീവിത രീതിയും സംസ്കാരവും ഒക്കെയായിരുന്നു. പുള്ളി അവിടെ പോയി വെജിറ്റേറിയൻ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് ഗാന്ധിയുടെ ഹിന്ദു മതത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ആ സംസ്കാരത്തോടുള്ള വിലപേശാൻ കഴിയാത്ത നിലയിലുള്ള ആഴത്തിൽ ഉറച്ച വിശ്വാസവുമായി ഇതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ തന്നെയാണ് അക്കാലത്തെ സാഹിത്യത്തിൽ അഗ്രഗണ്യനായിരുന്ന ടോൾസ്റ്റോയുടെ മറ്റ് എഴുത്തുമായി
ബന്ധപ്പെട്ടുകൊണ്ടോ ഏതാണ്ട് 1800കളുടെ പാശ്ചാത്യ നാടിൽ രൂപപ്പെട്ടത് 1900 ഏതാണ്ട് ഒരു പക്വമായ അവസ്ഥയിൽ എത്തിയതുമായിട്ടുള്ള ആധുനികതയുടെ ഒരു വിമർശനമാണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ ഇന്നും നവോത്ഥാനത്തിലൂടെ ജ്ഞാനോദയത്തിലൂടെ ആധുനികതയിൽ എത്തി നിൽക്കുന്ന മനുഷ്യനെയാണ് സ്വപ്നം കാണുന്നത്. അത്തരം മനുഷ്യ നിർമ്മിതിയാണ് വേണ്ടതെന്ന് നമ്മൾ ഉറക്കെ പറയുമ്പോൾ തന്നെ ആധുനികത കൊണ്ടുവന്ന വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു മനുഷ്യരാശിയിൽ, മനുഷ്യചരിത്രത്തിൽ. ആ പ്രശ്നത്തിൽ ഒന്നാണ് മനുഷ്യന് എല്ലാവർക്കും സുഖമായി അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും എല്ലാ ദൈനംദിന ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ജീവിക്കാനുള്ള സമ്പത്ത് പ്രകൃതിയിൽ ഉണ്ട് എന്നും എന്നാൽ ഒരാളിൻ്റെയും പോലും ആർത്തിയെ തീർക്കാൻ വേണ്ടി ഈ ഭൂമി തികയില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. ഇതേ തിരിച്ചറിവിനെ കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടാണ് ഗാന്ധി ആധുനികതയെ വിമർശിച്ചത്. മറ്റൊരു ചിന്തകരും ചെയ്യാത്ത, ഒരുപക്ഷെ റൂസോയുടെയും വോൾട്ടയറിൻ്റെയും മറ്റും ചിന്തകളിൽ അങ്ങിങ്ങായി കാണുന്ന മറ്റൊരു ചിന്തയെ ഗാന്ധി വികസിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി. അതാണ് ആധുനികതയോടൊപ്പം ചേർത്ത് വന്ന ടെക്നോളജി മനുഷ്യന്റെ ആർത്തിയെ അതിൻ്റെ പരമോന്നത അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. എത്ര കിട്ടിയാലും മതിയാവില്ല, എന്ത് കിട്ടിയാലും മതിയാവില്ല എന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം വിമർശനങ്ങൾ സാഹിത്യത്തിലും കലയിലും തത്വചിന്തയിലും ഏതാണ്ട് 1800കളായപ്പോൾ തന്നെ പാശ്ചാത്യ നാടുകളിൽ വ്യാപിച്ചിരുന്നു. ഇത് 1900 ആയപ്പോഴേക്കും പല പുസ്തക രൂപത്തിലും വരാനിടയായി. ഗാന്ധി വായിച്ച അങ്ങനെയുള്ള ഒരു ബുക്ക്, അതായത് ആധുനികതയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിമർശനമായിരുന്നു. അവിടെ നിന്നാണ് ഗാന്ധി ഇവരുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. ഇതിലൊരു ബദൽ വേണം, ആധുനികതയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു ചിന്താ പദ്ധതി വേണം, മനുഷ്യരാശിയുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി ഒരു ചിന്താ പദ്ധതി വേണം എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മുൻപ് സൂചിപ്പിച്ച എല്ലാവർക്കും ജീവിക്കാനുള്ള റിസോഴ്സസ് ഭൂമിയിലുള്ളപ്പോൾ ഒരാളിൻ്റെ പോലും ആർത്തിയെ തീർക്കാൻ വേണ്ടിയുള്ള റിസോഴ്സസ് പ്രപഞ്ചത്തിൽ എങ്ങും തന്നെ ഇല്ല എന്നുള്ള തിരിച്ചറിവും. അവിടെ നിന്ന് ഗാന്ധി ഇന്ത്യക്കൊരു പുതിയൊരു ഫിലോസഫി കൊടുക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ ഒരിക്കലും പാശ്ചാത്യ നാടുകളെ പോലെ ആകാൻ ഇന്ത്യക്ക് കഴിയില്ല. അതായത് ലോകത്തിനെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് സമ്പത്ത് ആർജിച്ച പാശ്ചാത്യ കൊളോണിയലിസത്തിന്റെ ആ ദുരന്താവസ്ഥയാണ്. അവിടെ ഉണ്ടാക്കിയ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മുഴുവൻ, അത് ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് പല രംഗങ്ങളിലും ഉണ്ടായത് മുഴുവൻ ലോകത്തിനെ കൊള്ളയടിച്ചുകൊണ്ടുണ്ടാക്കിയ സമ്പത്താണ്. ആ സമ്പത്ത് കൊണ്ട് മനുഷ്യൻ ഇതേ രീതിയിൽ വളരാൻ കഴിയുന്ന ലോകത്തിന് മുഴുവൻ ഒരു മോഡൽ പാശ്ചാത്യ നാട് കാണിച്ചപ്പോൾ ആ മോഡൽ ശരിയല്ല എന്നും ഇന്ത്യ അതുപോലെ ലോകത്തിനെ മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറരുതേ എന്നും ഇന്ത്യക്ക് മാറാൻ കഴിയില്ലെന്നും ഹിന്ദുമതത്തിൻ്റെ ആഴത്തിൽ വിശ്വസിച്ചിരുന്ന ഗാന്ധി, ഒരുപക്ഷെ രാമനും മറ്റും വിശ്വാസം ജയരാം എപ്പോഴും പറയാനാണ്, മരിക്കുന്ന സമയത്തും പറഞ്ഞത് തന്നെയാണ്. ഒരുപക്ഷെ മതത്തിൽ ആഴത്തിൽ വിശ്വസിച്ചിരുന്ന ഗാന്ധി മനുഷ്യ നന്മയുടെ ആധുനികതയ്ക്ക് മറുപുറത്തുള്ള ഒരു നന്മയെ അന്വേഷിക്കുകയായിരുന്നു. അതിൽ ഒരു വളരെ ചെറിയ ലാളിത്യം ഉണ്ടായിരുന്നു. പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രം തന്നെ ഒരു സ്ത്രീക്ക് വെള്ളത്തിലൊഴുക്കി കൊടുക്കുന്നത് നമുക്കറിയാം. അതുപോലെ ഓരോ കാര്യത്തിലും കുഷ്ഠരോഗിയെ ചികിത്സിച്ച കാര്യം നമുക്കറിയാം. ഒരു ആരോഗ്യരംഗത്ത്, ജീവിതരംഗത്ത്, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ആഹാരം തനിയെ ഉൽപ്പാദിപ്പിക്കുക, കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഖാദിയിലൂടെ വസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നു.
ഏറ്റവും ലളിതമായ ഭക്ഷണം, പ്രകൃതി ചികിത്സ, ലളിതമായ വസ്ത്രം, ലളിതമായ ജീവിത രീതി, ഇത്തരത്തിലുള്ള ഒരു പദ്ധതി, ചിന്താ പദ്ധതിയായിരുന്നു പുള്ളിയുടെ ഗ്രാമസ്വരാജ്. അവിടെ പരസ്പരം ജനങ്ങളുടെ ഇടയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പരസ്പര വിശ്വാസം ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് പുള്ളിയുടെ ഗ്രാമസ്വരാജ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു സമൂഹമാണ്, എല്ലാം എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സമൂഹമല്ല. ഇത്തരത്തിലുള്ള ഒരു പദ്ധതി മുമ്പോട്ട് വയ്ക്കുകയും ചെയ്ത മനുഷ്യനാണ് ഗാന്ധി. ഒപ്പം പുള്ളി ചെയ്ത ഒരു പ്രധാന കാര്യം നിരന്തരം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. എപ്പോഴും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയും ആ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിച്ചതിന് ഗാന്ധിയാണ്. അപ്പോൾ വിമർശനങ്ങളുണ്ടായി. പാശ്ചാത്യ വെസ്റ്റേൺ ഡ്രസ്സിൽ നിന്നുണ്ടായ വിമർശനം. കഴിഞ്ഞ വർഷം ഇയാൾ ഇതല്ലേ പറഞ്ഞത്, അതിന് നേരെ വിരുദ്ധമായ കാര്യം ഇത് പുള്ളി മറുപടി പറഞ്ഞത്, അന്ന് എനിക്കിത് അറിയില്ലായിരുന്നു, അതിനുശേഷം ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെന്നും ഇന്ന് പറഞ്ഞതാണ് കൂടുതൽ ശരിയെന്നും. മറ്റൊരു കൺസെപ്റ്റ് പുള്ളി വെച്ചത് ദ ലാസ്റ്റ് മാൻ എന്ന കൺസെപ്റ്റാണ്. ദരിദ്രനാരായണൻ. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്തായിരിക്കണം ചെയ്യേണ്ടതെന്നുള്ള പുള്ളിയുടെ ഒരു സന്ദേശം, ദ ലാസ്റ്റ് മാൻ, നിങ്ങൾ ചെയ്യുന്ന എന്തും ദ ലാസ്റ്റ് മാൻ ഉപയോഗപ്പെടുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതൊരു എന്താണ് സ്വതന്ത്ര ഇന്ത്യ കൊണ്ടുള്ള ഗുണം എല്ലാവർക്കും ലഭിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ വ്യത്യസ്തനായ ഒരു ഗാന്ധിയെ ഹിന്ദുമതത്തിന് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ തുടക്കത്തിൽ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് തോന്നിയെങ്കിലും അതിൽ നിന്ന് മാറിപ്പോയി ഒരു സെക്കുലറായ ഗാന്ധിയെയാണ് അവസാനം RSS ഗോഡ്സെയിലൂടെ ചെയ്തത്. ഇന്നും ഈ ഗാന്ധിയെ അവർ തീർച്ചയായിട്ടും ഭയക്കുന്നു. അതിനോടൊപ്പം നെഹ്റുവിനെ ഭയക്കുന്നു. വലിയ അളവിൽ നെഹ്റുവിനെ അവർ അവരുടെ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത ടാർഗറ്റായ ഗാന്ധിയെ കൂടെ എടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ വലതുപക്ഷം RSS ഒരു പ്രതികൂട്ടിൽ നിൽക്കില്ല എന്നുള്ള ഒരു വിശ്വാസം കൂടി അവർക്കുള്ളത് കൊണ്ടാണ് ഗാന്ധിയെ നമസ്കരിക്കുക എന്നുള്ളൊരു പ്രോജക്റ്റിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിചയപ്പെട്ടു സുഹൃത്തുക്കളെ, നമ്മളെ എല്ലാവരും പരിചയപ്പെടണമെന്ന് വിചാരിച്ചാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരെ വേറെ ഒന്നും ആവശ്യം കൂടി ഉണ്ട്. അതിൻ്റെ കൂടെ വന്നപ്പോൾ ഞാനിങ്ങനെ മൊബൈലിൽ കണ്ടു ഇങ്ങനെ മീറ്റിംഗ് ഇവിടെ നടക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ചു. അങ്ങനെ സമയവും സ്ഥലവും മനസ്സിലാക്കിയത് ഞാൻ ഗാന്ധിയെക്കുറിച്ച് നമ്മൾ ആരോട് പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാര്യമാണ്. ഇത്ര ആളുകളോട് പ്രസംഗിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ഞാനൊരു വിദ്യാർത്ഥി. അന്ന് ചർച്ചയിൽ നോക്കുമ്പോൾ ഈ ഗാന്ധി ആശ്രമത്തിലൊന്ന് ഓണം എന്നുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാൻ സബർമതി ആശ്രമത്തിൽ പോയി ഗാന്ധിയുടെ രീതികളൊക്കെ മനസ്സിലാക്കി. അന്ന് ഗാന്ധി വെടിയേറ്റ് മരിച്ചുപോയി. അത് കഴിഞ്ഞാണ് എനിക്ക് പോകാൻ അവസരം കിട്ടിയത്. അങ്ങനെ ഗാന്ധിയെക്കുറിച്ച് വളരെ ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില ആശയങ്ങളോട് എനിക്ക് അന്നും യോജിക്കാൻ കഴിഞ്ഞു. ഒന്ന്, ഗാന്ധിജി ഒരു മതവിശ്വാസിയായിരുന്നു. ഞാൻ മതത്തിനെതിരെ. ഒരു മതവും മതവിശ്വാസി ആകരുത് മനുഷ്യൻ. മതങ്ങളോളം മനുഷ്യനെ കൊന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം വരെ നോക്കുന്നു. അനവധി ആളുകളെ കൊന്ന മതങ്ങളിലെ നമ്മൾ വിശ്വസിക്കുന്നത് മതം പഴയ കാലത്തെ ശിലായുഗത്തിൽ നിന്ന് ഉള്ള കാലത്ത് തത്വങ്ങൾ എല്ലാ മതക്കാരും അവരുടെ ഭാവനയും ചിന്തയുണ്ടാക്കിയ ഇതാണ്. അങ്ങനെയുള്ള മതവിശ്വാസിയായ ആളെ നമ്മൾ ജനിച്ചപ്പം മുതൽ ഓരോരുത്തരും മതവിശ്വാസിയായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ ഒരു മതത്തിലല്ല ജനിക്കും. നമ്മൾ ജനിക്കുമ്പോൾ കുഞ്ഞായിട്ട് ജനിക്കുക. ജനിച്ചു കഴിഞ്ഞ് അപ്പനും അമ്മയും ക്രിസ്ത്യാനിയാണെങ്കിലും കൊച്ചു ക്രിസ്ത്യാനിയാണ്. കൊച്ചു ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളിയിൽ കൊണ്ട് മാമൂലി നോക്കി ആനാമണം നോക്കി കാശ് കൊടുത്തെങ്കിൽ ക്രിസ്ത്യാനിയാണ്. അങ്ങനെയുള്ള മതങ്ങൾ. അതുപോലെ ഗാന്ധിജി എല്ലാ മതങ്ങളുമായിട്ട്, മതവിശ്വാസിയാണെങ്കിൽ എല്ലാ മതങ്ങളുമായിട്ട് സൗഹാർദ്ദത്തിൽ കഴിയണമെന്നുള്ള ആഗ്രഹം. അന്നേ മുസ്ലിങ്ങളുടെ ഇടയിൽ അവർ പ്രാർത്ഥിക്കുന്നത് ഇസ്ലാമിൻ്റെ രാജ്യം വരണമേ. ക്രിസ്ത്യാനികൾ ഇന്നും പ്രാർത്ഥിക്കുന്നത്
എൻ്റെ രാജ്യം വരണമേ എന്ന് വെച്ചാൽ ഹിന്ദുവിൻ്റെ രാജ്യം വരണമേ. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നത് നിൻ്റെ രാജ്യം വരണേ, അതായത് രാമരാജ്യം വരണേ. ഇന്നും എല്ലാവരും മതത്തിൻ്റെ പേരിൽ സംഘടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരാണ് കൂടുതലും. ഇന്നൊരു ജാതിയുടെ മീറ്റിംഗ് ഇവിടെ വെക്കുകയാണെങ്കിൽ ആൾ നടത്താറുണ്ട്. അപ്പോൾ ഈ മതപ്രാന്താലയത്തിൽ മാതന്മാരല്ലേ പ്രാന്തില്ലാത്ത ഡോക്ടർമാരും സ്റ്റാഫൊക്കെ കാണത്തുള്ളൂ. അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകൾ മതപ്രാന്തന്മാരായടുത്ത് നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മൾ ആ മതത്തിൽ അറിയാതെ പെട്ടുപോയി. നമ്മൾ ജനിക്കുമ്പോൾ ഒരു മതത്തിലുള്ള ജനിക്കുന്ന ഏത് വീട്ടിലാണ് ജനിക്കുന്നത് ആ വീട്ടുകാരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മളെ മതക്കാരായി മാറില്ല. അതുപോലെ ഗാന്ധിജി ജില്ലയിൽ വിദേശ വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. ജില്ലയാണെങ്കിൽ ദിവസം 3 പ്രാവശ്യം ഡ്രസ്സ് മാറുന്നയാളാണ്. ഇംഗ്ലീഷ് അറിയാം. ഗാന്ധിജി വിദേശത്ത് പഠിക്കുകയും പോവുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തയാളാണ്. ഇംഗ്ലീഷ് നല്ലതാണ്. ഇന്ത്യയിലെ ആളുകളെ സംഘടിപ്പിക്കുന്നതിന് ഇവർ രണ്ടുപേരും മുൻപന്തിയിരുന്നു. ഒരുമിച്ച് നിന്ന് ഇന്ത്യക്ക് പ്രധാനമന്ത്രിയാകണമെന്നൊരാഗ്രഹം മുസ്ലിങ്ങളുടെ കൂടുതലുണ്ട്. അങ്ങനെ ആകണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്തു. കുറച്ച് നാൾ ആയിക്കോട്ടെ, നെഹ്റു നിർബന്ധം പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇന്ത്യക്ക് ക്യാൻസറിൻ്റെ ഒരു അസുഖം, അയാൾ കുറച്ച് നാൾ കഴിയുമ്പോൾ മരിക്കും. അത് കഴിഞ്ഞ് നിനക്കാകാം എന്നും ഗാന്ധിജി പറഞ്ഞിട്ട് നെഹ്റു കേട്ടില്ല. ഇന്ത്യ പങ്കുവച്ചിട്ടാണെങ്കിൽ എനിക്കും പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഗാന്ധിജി ഇല്ലാത്ത സമയത്ത് മൗണ്ട് ബാറ്റൺ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഗാന്ധിജി അറിഞ്ഞപ്പോൾ ആദ്യത്തെ വെടി ഇതായിരുന്നു ഗാന്ധിജി പറഞ്ഞത്. അങ്ങനെ ഗാന്ധിജി മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ട് ഭയങ്കര കലാപം നടന്ന കാലത്ത് മുസ്ലിങ്ങളെ എല്ലാം വായിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് പങ്കുവച്ചു കൊടുക്കാൻ സമ്മതിച്ചപ്പോൾ കുറേ പണം കൂടെ കൊടുക്കണം. രാജ്യം കുറേ പങ്കിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറേ പണം കൂടെ കൊടുക്കാൻ ഗാന്ധിജി ഉപദേശിച്ചു എന്ന് പറഞ്ഞാണ് ഗാന്ധിജിയെ വെടിവെച്ചത്. അന്ന് മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടുന്ന് ഓടിച്ചിരുന്നെങ്കിൽ ഇന്നത് ഹിന്ദു രാജ്യമായേനെന്നാണ് ഇന്നത്തെ ഈ ഗാന്ധി വിരോധികൾ പറയുന്നത്. ഗാന്ധിജി കുറേ മുസ്ലിങ്ങളെ ഇവിടെ ഇട്ടിരുന്നു. അവർ വെച്ചുവരികയും ഇന്നും ബംഗ്ലാദേശിലും ഇവിടെ ഇന്ത്യ മുഴുവൻ അന്ന് ഭാരതം പങ്കുവച്ചിരുന്നതിനേക്കാൾ ഇരട്ടി മുസ്ലിങ്ങൾ ഇന്നുണ്ട്. ഇന്നും അവർ ഈ രാജ്യം പങ്കുവയ്ക്കാൻ വേണ്ടി ഇന്നലെ നാളെ അത് ശ്രമം നടത്തും എന്നുള്ളതാണ് ഇന്ന് വസ്തുത. അതുകൊണ്ട് അവരെ മുഴുവൻ ഓടിച്ചു വിടാതെ വിട്ടിരുന്നെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളില്ല, ഹിന്ദുക്കൾ മാത്രമേ കാണുള്ളൂ. അത് ഗാന്ധിജി എതിരായിരുന്നു. അതുകൊണ്ടാണ് വെടിവെച്ച് കൊണ്ടതെന്നാണ് അവരുടെ ഭാഷ്യം. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇന്നിവിടെ പെരുന്നു. ഇപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ അതിഥി തൊഴിലാളികളെന്നും വരുന്നവർ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അവിടെ നമ്മൾ വിചാരിക്കുന്ന അവിടെ കൂലി കുറവായിട്ട് വരുന്നു, ഇവിടെ കൂലി കൂടുതൽ കിട്ടും. പക്ഷെ അതല്ല, മുസ്ലിം ലീഗ് ഇതിൻ്റെ പുറകിൽ വൻ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട്. സർവ്വ മുസ്ലിങ്ങളെയും ഇവിടെ ഒരു കണക്ക് വളരെയേറെ മുസ്ലിങ്ങൾ ഇന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് താമസമുണ്ട്, തൊഴിലാളികളായിട്ട് താമസിക്കും. ആ രീതിയിൽ അങ്ങനെ മുസ്ലിങ്ങൾ പെരും. ഇവിടെ ഞാൻ അമേരിക്കയിൽ ഒരു ന്യൂജേഴ്സിയിൽ ഒരു മീറ്റിംഗ് RSകാർ സംഘടിപ്പിച്ച ഓണം. ഞാനവിടെ പോയപ്പോൾ ഒരു ചിദാനന്ദ സ്വാമി എന്നും പറഞ്ഞ് ഇവിടെ അമ്പലങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ വരുന്നൊരു സ്വാമി അവിടെ പ്രസംഗിച്ചു. 20 ശ്ലോകങ്ങൾ നമ്മുടെ പുരാണത്തിലുള്ള ഉപനിഷത്തിലെ 20 ശ്ലോകം വച്ചിട്ട് എല്ലാവർക്കും പോയി. എൻ്റെ കയ്യിൽപ്പെട്ടൊരു കോപ്പി. അതിൽ 3 ശ്ലോകവും സംസ്കൃതത്തിൽ പ്രഭാഷണം നടത്തി അത് പദം വെച്ച് അർത്ഥം പറഞ്ഞ് വിശദീകരിച്ച് പാട്ടും പാടി 3 ദിവസം 5 സ്റ്റാർ ഹോട്ടലിൽ സുഭിക്ഷമായി ആഹാരം കഴിച്ചിട്ട് അവിടെ നിന്ന് പറയും. പ്രസംഗം കഴിഞ്ഞ് സ്വാമി പോകാതെ സ്റ്റേജിലിരിക്കുക. ചോദിക്കുമ്പോൾ ഞാൻ കോഴിക്കോട് കുറച്ച് ആശ്രമം നടത്തും, കുറച്ച് പെണ്ണുങ്ങളെ പിള്ളേരെയൊക്കെ സംരക്ഷിക്കുന്ന അവിടുത്തെ കാശ് വേണ്ടേ, അതിനൊരു കവർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഉടനെ ഭാരവാഹികളുടെ RSകാർ വന്നത് അവർ ഒരു കവർ കൊണ്ട് കൊടുത്തു. ബാക്കി ശ്ലോകം അടുത്ത വർഷത്തേക്ക് ബുക്ക് ചെയ്തിട്ട് പോയി. അടുത്ത വർഷം വരുമ്പോൾ വിശദീകരിക്കാം. ഉപനിഷത്തെല്ലാം പഠിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞ് വിചാരിച്ചിരിക്കരുത്. അതുകൊണ്ട് 3 ശ്ലോകം ഞാൻ പറഞ്ഞിട്ടു. അനവധി ശ്ലോകമുണ്ട്. അത് വർഷം തോറും വന്ന് വിശദീകരിക്കാൻ ബുക്ക് ചെയ്തിട്ട് പോയി. ആ സ്വാമിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് സ്വാമി ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ ഞാൻ തരാമോ? ഇപ്പോൾ ഒരു 501-ാമത്തെ മുറിയിൽ ഞാൻ ഉണ്ടാവും. ഒരു 5 മണി കഴിയുമ്പോൾ വന്നാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ. അപ്പോൾ ഈ 3 ദിവസം ഇതിൽ ലോകത്തിൽ പങ്കെടുത്ത
സ്വാമി ഒരു ചാരുകസാലെ കാലും പിടിച്ചിരിക്കുന്നു. ആരെങ്കിലും വന്നാൽ കാല് പിടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കാലും പിടിച്ചിരിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം ചെന്ന് കാലെ പിടിക്കുന്നു, നമസ്കരിക്കും. സ്വാമി അവിടെ കിടന്നുകൊണ്ട് അനുഗ്രഹിക്കും. അപ്പോൾ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എനിക്ക് ഇപ്പോൾ 90 വയസ്സ്, ഞാൻ ഇത്രയും പ്രായമായി, 10 കൊല്ലം മുമ്പാണ്, ഇത്രയും പ്രായമായി. ഞാൻ സ്വാമി എപ്പോഴെപ്പോഴും പ്രസംഗിക്കുന്നു ഹിന്ദു 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 എന്ന് പറയും. ഞാനിവിടെ ഒരു ഹിന്ദുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. നായരെ കണ്ടിട്ടുണ്ട്, നമ്പൂരെ കണ്ടിട്ടുണ്ട്, പലരെ കണ്ടിട്ടുണ്ട്, ഓടെ കണ്ടിട്ടുണ്ട്, പലരെ കണ്ടിട്ടുണ്ട്. ഒരു ഹിന്ദുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ സ്വാമിയും എല്ലാം സംസ്കൃതം പറഞ്ഞ് പഠിപ്പിക്കുക. ഈ സംസ്കൃതം നേരത്തെ ഞങ്ങൾ പഠിച്ചായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു പൂജാരിയായിരുന്നു. അങ്ങനെ പഠിക്കാതെ സംസ്കൃതം ദേവഭാഷയാണെന്നും അത് ക്ഷത്രിയനും ബ്രാഹ്മണനും മാത്രമേ പഠിക്കാവുന്നു, മറ്റുള്ളവരൊക്കെ ശൂദ്രരാണെന്നും അവരത് കേൾക്കാൻ പോലും പാടില്ലെന്നും കേട്ടാൽ ചെവിയിൽ ഈ പഠിക്കണം എന്ന് എഴുതി വെച്ച് ഇത് പഠിപ്പിക്കാതെ ഇപ്പം നിങ്ങളിത് സംസ്കൃതത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് സംസ്കൃതം പഠിച്ചത് ഞാനാണ് എത്രയോ നേരത്തെ ഇത് മനസ്സിലാക്കിയത്. ഇപ്പം പറഞ്ഞ അർത്ഥം സ്വാമി പറഞ്ഞു കേട്ടു. അതുകൊണ്ട് ഈ ഹിന്ദു എന്ന് പറയുന്നത് ഒരിക്കലും സംഘടിക്കാത്ത രീതിയിൽ സൃഷ്ടിച്ചു വച്ചിട്ട് ഇപ്പോൾ ഹിന്ദു എന്ന് പറയാം. വല്ല കല്ലെറിയാനോ തീ വയ്ക്കാനാണെങ്കിൽ പലരെയും കൂടി, അല്ലാത്തവരൊക്കെ ബ്രാഹ്മണ മേധാവിത്വമാണ് നടക്കുന്നത്. സ്വാമി മുഴുവൻ കേട്ടിട്ടുള്ള അക്ഷരമുണ്ട്. ഇത് പഴയ കാലത്ത് ആളുകളുടെ അങ്ങനെ ജാതി 100 ജാതിയെ ഉണ്ടാക്കി വെച്ച് 100 ആയിരക്കണക്കിന് ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ച ആളുകളെ ഭിന്നിപ്പിച്ചു ഇരിക്കുക. വടക്കേ ഇന്ത്യക്ക് നമ്മുടെ ദൈവം ഏതാണ്? ആ ബ്രാഹ്മൺ ഖേ ബ്രാഹ്മൺ ഖേ എന്ന് പറഞ്ഞാൽ हमारा सिर्फ फाइट होता है ഒരു സാധാരണ വർഗീയ വികസനം ഗാന്ധിജി പറഞ്ഞ വികസനം ഗ്രാമത്തിന് കൂടെയാണ്, ഗ്രാമങ്ങളിൽ കൂടെയാണ് വികസനം വരുന്നത്. രാമരാജ്യം കട്ടുന്നത് അങ്ങനെയാണ് ഗ്രാമ വികസനം, ജനത്തിൻ്റെ മേന്മ. ഇതാണ് ഗാന്ധിജി ഉദ്ദേശിച്ച മതസൗഹാർദ്ദത്തിലൂടെ ഉദ്ദേശിച്ച കാര്യം. പക്ഷേ ഇന്ന് എല്ലാവരും പറയുന്നത് വികസനമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പറയുന്നത് വികസനമാണ്, നമ്മളും പറയുന്നത് വികസനമാണ്. അത് സ്വന്തം വികസനം, അല്ലാതെ രാജ്യത്തിൻ്റെ ക്ഷേമമല്ല, രാജ്യത്തിൻ്റെ വികസനമല്ല. സ്വന്തം ക്ഷേമം, സ്വന്തം പാർട്ടിയുടെ ക്ഷേമം, വികസനം, ഇതാണ് ഇന്ന് നടക്കുന്ന രീതി. അത് മുഴുവൻ വർഗീയ ചിന്തയാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് രാഷ്ട്രം ഇന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാവർക്കും കൊടുക്കില്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ ആൾക്കാർ പരിചയമുണ്ട്. ഞാനിവിടെ പല ഒരുപാട് മുഖ്യമന്ത്രിമാരെല്ലാം എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അവർ പണ്ട് കാലത്തൊക്കെ ആദർശം പറയും. ഇത് ആദർശമില്ല. ഇന്നിപ്പോൾ എല്ലാവരും വികസനം പറയും, സോഷ്യലൊക്കെ പറയും, പറിച്ചു മാത്രമേ ഉള്ളൂ. ഒരിടത്ത് ഇലക്ഷൻ വരുമ്പോൾ മെത്രനെ കാണാൻ പോകും, തങ്ങളെ കാണാൻ പോകും, ബിഷപ്പിനെ കാണാൻ പോകും, സന്യാസിയെ കാണാൻ പോകും. അവരുടെ കയ്യിലാണ് വോട്ട് വരുമ്പോൾ ഇവരെല്ലാം വർക്ക് ചെയ്ത് പറഞ്ഞ് പീഡിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഉള്ള രാഷ്ട്രീയമാണ്. അതായത് എല്ലാ രാഷ്ട്രീയക്കാരും സമയം കൊടുത്തായതുകൊണ്ട് അതിനുണ്ടായിരിക്കില്ല. ഗാന്ധിജിയെ ഈ പല മനുഷ്യനെ വെടിവെച്ചിട്ടുണ്ട്. അതുപോലെ പല ആളുകളെയും ഇവിടെ വെടിവെച്ചിട്ടുണ്ട്. ഈ ജാതി മതമൊക്കെ എനിക്ക് ഞാൻ അപ്പം എന്നെ കുറിച്ച് പറയും, ഞാൻ മതവിശ്വാസിയല്ല, ഞാൻ ദൈവവിശ്വാസിയല്ല. ഞാൻ 16-ാമത്തെ വർഷത്തിൽ പ്രാർത്ഥന നിർത്തിയാണ്. പ്രാർത്ഥിക്കാറേയില്ല. പ്രാർത്ഥന പ്രയോജനരഹിതമാണ്, ഒരു പ്രയോജനമില്ല, വെറും അപര വ്യായാമമാണ്. അവർക്ക് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്നുള്ളതാണ് എൻ്റെ മുദ്രാവാക്യം. ഇത് ഞാൻ ചിക്കാഗോയിൽ കൂടി വിവേകാനന്ദ ചിക്കാഗോയിൽ പ്രസംഗിച്ച ഒരുപാട് സാഹിത്യമാരൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ സാൻ മാസ്റ്റർ എറണാകുളത്ത് നിന്നുള്ള ദൈവത്തിൽ ഞാൻ സാൻ മാസ്റ്റർ പ്രവർത്തിച്ചു. സാൻ മാസ്റ്ററോട് ചിക്കാഗോ പോയപ്പോൾ സാൻ മാസ്റ്റർ സാഹിത്യം വലിയ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് വിളിച്ചപ്പോൾ സാഹിത്യം എല്ലാവരുടെയും കഴിഞ്ഞു. അവിടെ ജെന്റിൽമാൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ അവർ പറയും. വിവേകാനന്ദൻ മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞു. വിവേകാനന്ദൻ പറഞ്ഞു, ഞാനും അവിടെ പോയി പ്രസംഗിച്ചു. പക്ഷേ കുറച്ച് മലയാളികൾ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, ദൈവം വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, മനുഷ്യൻ വേണ്ടത് മനുഷ്യത്വമാണ്. നമുക്ക് സമയത്തിനൊരു ക്രമീകരണമുണ്ട്. ഒരു 6:45 പിരിയണം. സമയ ക്രമീകരണം ഉണ്ട്. ക്വിക്ക് ആക്ഷൻ പറയാം. നമുക്കിതൊരു ചർച്ചാ പരിപാടിയാണ്. വീണ്ടും നമുക്കിങ്ങനെ സംഘടിപ്പിക്കാമല്ലോ. ഹലോ ഹലോ എൻ്റെ പേര് സലീം എന്നാണ്. എനിക്കിതിൽ തോന്നിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു
കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു കാര്യം പറഞ്ഞ് ഭരണത്തേക്ക് കയറി. അവർ അത് നടപ്പാക്കുന്നത് അവരുടെ ഇതാണ്. അവർ BJP കയറിയപ്പോഴേ അറിയാമല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ BJP പറ്റി പറയില്ല. കാരണം അവരുടെ ദാറ്റ് ഈസ് ദെയർ പോളിസി. അവരുടെ പോളിസി ഒന്നും ഫാസിസം ഉണ്ടാക്കുക, പഴയ ജാതി കൊണ്ടുവരിക, മറ്റൊരു ആൾക്കാരെ അടിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോഴും ഗാന്ധിജി അല്ലെങ്കിൽ നെഹ്റു ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ പല കഥകളും ഉണ്ടാക്കാനായിട്ട് ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാരെ എംപ്ലോയ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഒരേ ഇത് തന്നെ നെഹ്റുവിനെ പറ്റി ഒരു വിമർശനം തന്നതിന് ഞാനൊരു മറുപടി കൊടുക്കും. ഒരു 2 ആഴ്ചത്തേക്കില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ ഇതേ രീതിയിൽ ഏകദേശം കണ്ടന്റ് തന്നെയാണ് ആ രീതിയിൽ വരണം. അപ്പോൾ ഇത് എനിക്കറിയാൻ കഴിയുന്നത് ഞാൻ മറ്റു പലരും നിന്ന് ഇവർ പെയ്ഡായിട്ടുള്ള എംപ്ലോയീസിന് ഇതുപോലെ പല സ്റ്റോറികളുണ്ട്. കാരണം ഇത് ഞാൻ നെഹ്റുവിൻ്റെ ഏറ്റവും അധിക്ഷേപകരമായിട്ടുള്ളതും അപ്പോൾ എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഗാന്ധിജി നെഹ്റു ഈ രീതിയിൽ പരിശ്രമം മറ്റൊന്നുമല്ല. ഗാന്ധിജിയുടെ അപ്പൻ്റെ അപ്പൻ മുസ്ലിമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നെഹ്റു മുസ്ലിം തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ കാലത്ത് സെക്കുലർ എന്നുള്ള രീതിയിൽ ഞാനൊരു 2 ആഴ്ച മുമ്പ് വായിച്ച ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ശരിക്കും നമ്മൾ ഈ ചെറിയൊരു ഇതാണ് അത് എത്രത്തോളം മറ്റുള്ള ആൾക്കാരിലോട്ട് പോകണമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇതിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഞാനൊരു പ്രാവശ്യം ഇത് കാണുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം വന്നു പോകും. അത് ആളുകളിലേക്ക് ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലുള്ള ചെറിയൊരു ന്യൂനപക്ഷമായിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ അടുത്ത് മാത്രമേ ഇത് കിട്ടൂ. പക്ഷേ മറ്റവരെന്ന് പെയ്ഡും അല്ലാതെയും അവരുടെ അവരൊരു 10,000 അവരെ എല്ലാവരും സ്പ്രെഡ് ചെയ്യും. അത് ഒരു 10,000 മാറ്റാം. 10,000 10 ലക്ഷം. അതുപോലെ ഫസ്റ്റ് എൻ്റെ ഒരു ബ്രാഞ്ചിൽ നമ്മുടെ അതായത് ഈ രീതിയിൽ സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഏത് രീതിയിൽ നമ്മുടെ ആശയങ്ങൾ അതായത് ഇത്തരം മനുഷ്യവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു, അതിനെ എങ്ങനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കണമെന്നൊരു സ്ട്രാറ്റജി അതൊരു ബിസിനസ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യും. കാരണം ഫസ്റ്റ് നമ്മുടെ ശത്രുക്കൾ ആരാണ്, ശത്രുക്കളുടെ വീക്ക്നെസ് എന്താണ് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു പ്രിയമുള്ളവർ, ഗാന്ധിജിയെ എതിർക്കുന്നത് അതിൻ്റെ ഒരു ചരിത്രത്തെ പറ്റി ജോർജ് ഓർവെൽ വളരെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഒരു സുദീർഘമായ ഒരു പ്രബന്ധം രചിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ നാളൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അങ്ങനെ വെക്കാൻ കാരണം ഇത് വളരെ വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലായിരുന്നു. അതുകൊണ്ട് കൂടിയാണ്. പിന്നെ ഭാഷാപരമായ പ്രത്യേകതകളുണ്ട്. അദ്ദേഹം പറയുന്നത് ഗാന്ധിജി ഒരു സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പ്രതീകമാണ്. അതുപോലെ അതിനെ എങ്ങനെ പ്രായോഗികമായിട്ട് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നത് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഉപ്പു സത്യാഗ്രഹത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനീതിക്കെതിരായ പോരാട്ടം. നമ്മൾ ഏതൊരു കാര്യവും തിയറി നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെയേറെ ശ്രമകരമാണ്. അപ്പം പ്രയോഗത്തിൽ കൊണ്ടുവന്ന് തെളിയിച്ച് കാണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം പറയുന്ന നല്ലൊരു ഉദാഹരണം പറയുന്നത് ലോകത്ത് എല്ലാ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് അവിടുത്തെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയിരുന്നില്ല. യൂറോപ്പിലെ തന്നെ പല രാജ്യങ്ങൾക്കും യൂറോപ്പിലെയും വഴികളുള്ളതുമാണ്. പക്ഷേ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ വോട്ടവകാശം കിട്ടി. അത് എന്തുകൊണ്ടാണ് എന്ന് വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഒരു മാസ് മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുകയും അതിന് നേതൃത്വം കൊടുക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. അങ്ങനെ ആയിരക്കണക്കിന് സ്ത്രീകൾ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ വോട്ടവകാശം സ്വാതന്ത്ര്യത്തോടൊപ്പം കിട്ടിയത്. അവിടെ കിട്ടാതിരുന്നത് അവരുടെ വിവേചനം അവിടെ വളരെ കടുത്തതായിരുന്നു. അതിനുശേഷം അവർ സഫ്രഗേറ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഒരു വലിയ ദീർഘനാളത്തെ പോരാട്ടത്തിന് ശേഷമാണ് അവിടുത്തെ പല രാജ്യങ്ങളിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത്. അപ്പം ഇങ്ങനെ ഒരു ഉദാഹരണം കൊണ്ട് സമർത്ഥിക്കുന്ന ഒരു രീതിയിലാണ് ജോർജ് ഓർവെലിൻ്റെ അവതരണം. അതിനെക്കുറിച്ച് ഒരു പിൽക്കാലത്ത് അത്
ഈ ആശയങ്ങളെല്ലാം നമ്മൾ പുസ്തക നിരൂപണം എന്ന് പറയുന്ന രീതിയിൽ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വലിയ പത്രപ്രവർത്തകനാണ് വിദേശത്തെ. ഈ ജോർജ് ഓർവെലിനെ പരാമർശിച്ച് കഴിഞ്ഞ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ചുരുക്കി പറയുക. പറയുന്നത് ഇതാണ്, അതായത് ഫാസിസ്റ്റ് പ്രവണതയുള്ള, അതായത് ഫാസിസ്റ്റ് ഗവൺമെൻറ് തന്നെ ആകണമെന്നില്ലെന്നാണ് പറയുന്നത്. ഫാസിസ്റ്റ് പ്രവണത പ്രകടിപ്പിക്കുന്ന ഏതൊരു ഗവൺമെൻറ്റും ഏതൊരു രാജ്യത്തെയും ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ട് നേടിയ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അവരതിന് പലതിൻ്റെയും പേര് പറയും, അതായത് പലതിനെയും രാജ്യത്ത് ഭയക്കുന്നതായിട്ട്. അപ്പം അങ്ങനെ പറയുന്നതിനകത്ത് ഒന്ന് സെക്യൂരിറ്റി, അത് നമ്മുടെ ഇവിടെ പറയുന്നുണ്ട്. ദേശീയ സുരക്ഷയുടെ പേര് അവർ പറയും. പിന്നെ യുദ്ധത്തിൻ്റെ ആക്രമണം, വിദേശ ആക്രമണം അത് പറയും. പിന്നെ വംശഹത്യ അത് പറയും. പിന്നെ അല്ലെ വംശീയ മേധാവിത്വം അങ്ങനെ പറയാം. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടായിരിക്കും അവർ. പക്ഷെ ഇവരെല്ലാം ചെയ്യുന്നത് അതിസമ്പന്നർക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഉപയോഗിക്കുന്ന വാക്ക് സൂപ്പർ റിച്ച് എന്നാണ്. അതിസമ്പന്നരായ ആളുകളോടൊപ്പം ഇവർ ചേർന്നിട്ടായിരിക്കും അങ്ങനെയുള്ള ഗവൺമെൻറ് ആ പ്രവണത കാണിക്കുന്നത്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ ഈ നമ്മുടെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇവർ പറയുന്ന പ്രകൃതി സംരക്ഷണം, ചില വാഗ്ദാനങ്ങളൊക്കെ പറയും. പക്ഷേ അവരൊരിക്കലും ആ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പ്രത്യേക വാക്കൊക്കെ ഉപയോഗിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നു. അത് നമുക്ക് പറയുന്നത് നമ്മുടെ പ്രതിരോധം തന്നെ നിലനിൽപ്പാണ്. കാരണം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ പ്രതിരോധിക്കണം, അഥവാ പ്രതിരോധം തന്നെയാണ് നിലനിൽപ്പ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിഹാരമായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ പ്രതിരോധത്തിൻ്റെ ഒരു പ്രതീകമാണ് ഗാന്ധി. അതുകൊണ്ടാണ് ഗാന്ധിയെ എതിർക്കുന്നത്. ഇവിടെ പറഞ്ഞ നെഹ്റുവിനെ എതിർക്കുന്നത് ഒരു ഗാന്ധിയുടെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് കൂടെയാണ് നെഹ്റുവിനെ എതിർക്കുന്നത്. പിന്നെ വേറെ ചില നെഹ്റുവിനെ കുറ്റം പറയാൻ ചില കാര്യങ്ങളുണ്ട് തന്നെ. കാരണം മറ്റേ ശാസ്ത്രീയതയുടെ ഒരു വക്താവായിരുന്നു, പ്രയോക്താവായിരുന്നു നെഹ്റു. അതുകൊണ്ടൊരു കാരണമാണ്. അപ്പോൾ അവർ ഈ ഏകമത വിശ്വാസത്തിലൂടെ, അതായത് ഒരു മതരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളതിന് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ നെഹ്റുവിനെയും ഗാന്ധിയും ഒരേപോലെ എതിർക്കുന്നത് എന്നാണ് അതിൻ്റെ ചുരുക്കം മാത്രമേ ഞാൻ പറഞ്ഞു. ശരി. ഗാന്ധിയെ ഭയക്കുന്നവർ ആരാണെന്ന് നമുക്കിന്ന് അറിയാം. എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ഗാന്ധിയെ ഭയക്കുന്നവർ ആരാണെന്ന് നമുക്കിന്ന് അറിയാം. എന്തുകൊണ്ട് ഗാന്ധിയെ ഭയക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഗാന്ധിയെ ഞാൻ കാണുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഗാന്ധിയുടെ സ്വകാര്യ ജീവിതം, മറ്റേത് ഗാന്ധി പൊതുസമൂഹത്തിന് സമർപ്പിച്ച ജീവിതം. നമ്മൾ ഗാന്ധിയുടെ സ്വകാര്യ ജീവിതത്തെ നമ്മൾ എടുക്കേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്. ഗാന്ധി പൊതുസമൂഹത്തിന്റെ നിലപാടിനെയാണ് നമ്മൾ എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്, എടുത്തു കാട്ടേണ്ടത്. എന്തുകൊണ്ടാണ് ഗാന്ധിയെ ഭയക്കുന്നത് എന്ന ചോദ്യത്തിന് നമ്മൾ പോകുമ്പോൾ, അതിന് പിന്നാലെ പോകുമ്പോൾ ഗാന്ധി മുന്നോട്ട് വെച്ച രാഷ്ട്രത്തിന്റെ അന്തസത്ത എന്താണെന്ന് പരിശോധിക്കണം. പ്രധാനമായും 3 കാര്യങ്ങളിൽ ഊന്നി നിന്നതുകൊണ്ടാണ് ഗാന്ധിയൻ രാഷ്ട്രീയത്തിന്റെ അന്തസത്ത. 1 അഹിംസ, 2 സത്യം, 3 സർവോദയം. സർവോദയം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉന്നമനം. ഈ 3 കാര്യങ്ങൾ ഊന്നി നിന്നുകൊണ്ട് ആണ് ഗാന്ധിയൻ രാഷ്ട്രീയത്തിന്റെ അന്തസത്ത. ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഗാന്ധി ജീവിതത്തിലുടനീളം പ്രവർത്തിച്ചത്. ഇനി ആ ആശയങ്ങളെ പ്രായോഗികവൽക്കരിക്കുന്നതിന് വേണ്ടി ഗാന്ധി സ്വീകരിച്ച മാർഗങ്ങളാണ് സത്യാഗ്രഹം, ബഹിഷ്കരണം, സാംസ്കാരിക പ്രതിരോധം. ഈ സമര മാർഗങ്ങളിലൂടെയാണ് ഗാന്ധി ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഇടം നേടിയത്. അങ്ങനെ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഇടം നേടുകയും സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും നിർണായകമായി പങ്കുവയ്ക്കുകയും സ്വാതന്ത്ര്യ സമര ധാരയ്ക്ക് വലിയ സംഭാവന നൽകുകയും ചെയ്തതിലൂടെ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒരു മൂല്യം പകർന്നു നൽകുന്ന ഒരു വ്യക്തിയായി മാറി. ആ മൂല്യത്തെ ഇന്നും നമ്മുടെ സമൂഹം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യ സമരാനന്തരം ഗാന്ധി സൃഷ്ടിച്ചെടുത്ത ഒരു മൂല്യം ഇന്നും നമ്മുടെ ജനമനസ്സുകളിൽ നിലനിൽക്കുന്നു.
വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടുണ്ട്. ആ മൂല്യത്തെയാണ് സംഘപരിവാർ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജിയെ അവർ എതിർക്കുന്നത്. ഇനി സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന രാമരാജ്യവും ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന രാമരാജ്യവും രണ്ടാണെന്ന് തുറന്നു കാട്ടുന്നതിലൂടെ മാത്രമേ ഗാന്ധി മുന്നോട്ട് വെച്ച മതസൗഹാർദ്ദത്തിൽ ഊന്നിയ രാമരാജ്യത്തെയാണ് നാം അഡ്രസ് ചെയ്യേണ്ടത്, നാം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. അതാണ് എൻ്റെ ടോക്ക്. ഗാന്ധിജിയെ ഞാൻ ഭയക്കുന്നില്ല. ഗാന്ധിജിയെ ഭയക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൻ്റെതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1905 തോന്നുന്നത് ഹിന്ദുമഹാസഭ രൂപീകരിക്കപ്പെട്ടു. 1925 RSS. ഈ രണ്ട് സംഘടനാ സംവിധാനങ്ങൾക്കും അവരുടേതായ താല്പര്യം ഉണ്ടായി. ഏതൊരാളെയും അതിശയിപ്പിക്കുന്ന ഒരു പ്രത്യേകത എന്നത് ഒരു നൂറ്റാണ്ട് കാത്തിരുന്നു അവർ അധികാരം കൈക്കലാക്കാൻ എന്നതാണ്. മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് കഴിഞ്ഞത് എന്ന് ലോകചരിത്രത്തിൽ നോക്കിയാൽ വളരെ അപൂർവമായി മാത്രമാണ് അത്തരം ഒരു ത്യാഗോജ്വലമായ, ത്യാഗം എന്ന് പറയുന്നത് ലക്ഷ്യത്തിൻ്റെ പ്രാധാന്യം കൊണ്ടല്ല, 100 കൊല്ലക്കാലത്തെ കാത്തിരിപ്പ്. ഇത് ശരിക്കും ഒരു അധിനിവേശ കൊളോണിയലിസം ആണ് ഈ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം എന്നത് അവർ പറയാതെ പറയുന്നൊരു കാര്യമാണ്. അവരുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. അമേരിക്കയിലേക്ക് കുടിയേറിയവർ തദ്ദേശീയ ജനതയെ നശിപ്പിച്ച് അവരുടെ അസ്തിത്വത്തെ, അവരുടെ ചരിത്രത്തെ, അവരുടെ സംസ്കാരത്തെ തിരിച്ചടിച്ച് അവിടുത്തെ സംസ്കാരം മുഴുവൻ വെള്ളക്കാരൻ്റേതാണ് എന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ചുവെങ്കിൽ ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്നു കയറിയ യുറേഷ്യൻ സ്റ്റെപ്സിൽ നിന്നെത്തിയ ജനവിഭാഗം നമ്മളെ സംസ്കാര